മസാല ദോശയ്ക്ക് 105 രൂപയാ. ബിരിയാണിയുടെ വിലയാക്കിയ ഒരു മസാല ദോശയ്ക്ക്. സമയം 11:30. വിശക്കുണ്ടല്ലേ? എടാ, ഇവിടെ എവിടെയോ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കഴിയാം. കുറേ കാലമല്ലേ കോഫി ഹൗസിലൊക്കെ പോയിട്ട്. അച്ഛനും അമ്മയൊക്കെ പറയാറുള്ളത് ഇന്ത്യൻ കോഫി ഹൗസിലെ ഫുഡ് ഭയങ്കര സേഫാണെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇന്ത്യൻ കോഫി ഹൗസിലെ കാപ്പി ഇതിനൊരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമാണ്. ചെറുപ്പത്തിൽ രാജാക്കന്മാരുടെ കഥ കേൾക്കുമ്പോൾ ഈ ചേട്ടന്മാരെ വെച്ചിട്ടാണ് പിക്ചറൈസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ മുട്ട മസാല ദോശ ട്രൈ ചെയ്യാൻ പോവാണ്. ഇതിലും ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സിഗ്നേച്ചർ ബീട്രൂട്ടാണ്, എൻ്റെ അതിപ്രസരാണുള്ളത്. ഭയങ്കര വലിയ സൂപ്പറാണെന്ന് പറയാനുള്ള ഇതില്ല, കുഴപ്പമില്ല, ഓക്കെയാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. റോസ്റ്റ് പ്രതീക്ഷിച്ചത്ര സോഫ്റ്റ് അല്ല. ചട്നി മുഖ്യ കഴിച്ചു. ഇതിൽ മുട്ടയുടെ ഒരു സ്പെഷ്യൽ ഫീലൊന്നും കിട്ടുന്നില്ല, അതാ പ്രശ്നമായത്. ഉഷാർ കാപ്പി ഡിസപ്പോയിൻറ്റിങ് ആണ്. ചെറുപ്പം മുതൽ ഇന്ത്യൻ കോഫി ഹൗസിൽ വന്നു കഴിഞ്ഞാൽ കട്ട്ലറ്റ് നമ്മൾ കഴിക്കാറുണ്ട്. ഇന്ന് നമുക്ക് കട്ട്ലറ്റ് കഴിച്ച് ഈ പരിപാടി അവസാനിപ്പിക്കാം. ഒരു ചിക്കനും ഒരു ബീഫും. നമ്മൾ ചിക്കൻ കട്ട്ലറ്റ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കട്ട്ലറ്റിൻ്റെ കൂടെ ഇവിടുത്തെ മാത്രം സ്പെഷ്യൽ ഉള്ളി, കുറച്ച് ഉള്ളി മിക്സ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ കൂടെ നമ്മളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാമർശങ്ങളൊന്നും നടത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്കിത് ഇഷ്ടമായിട്ടില്ല എന്നാണ്. അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം അല്ലേ? ബീഫ് കട്ട്ലറ്റ്. മധുരം എപ്പോഴും നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. ഇപ്പം എന്താ പറ്റിയേ? കോഫി ഹൗസിൽ വിലയൊക്കെ കൂട്ടിയവർ. നമ്മൾ കുറേ കാലമായിട്ട് പോകാതിരുന്നോണ്ടാന്ന് തോന്നുന്നു വില കൂടിയിട്ടുണ്ട്. മസാല ദോശയ്ക്ക് 105 രൂപയാ. ബിരിയാണിയുടെ വിലയാക്കിയ ഒരു മസാല ദോശയ്ക്ക്. ബിരിയാണിയേക്കാളും വിലയാണ് അല്ലേ? ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു. അതെ, 11:30 കുറച്ചുകൂടെ കഴിഞ്ഞ ബിരിയാണി കഴിച്ചാൽ മതിയായിരുന്നു. നീ അല്ലടാ വിശക്കുമെന്ന് പറഞ്ഞേ. ഇപ്പൊ വിശപ്പ് മാറി.